भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ ഏകവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. യേതാൻ മത്പഥോ ഹിത്വാ ഭക്തിജ്ഞാനക്രിയാത്മകാൻ ക്ഷുദ്രാൻ കാമാംശ്ചലൈ പ്രാണൈർജുഷന്തഃ സംസരന്തി തേ. സ്വേ സ്വേധികാരേ യാ നിഷ്ഠാ സഗുണപരികീർത്തിത. വിപര്യേസ്തു ദോഷസ്യാദുഭയോരേഷ നിശ്ചയാ. ശുദ്ധ്യശുദ്ധി വിധീയേതേ സമാനേഷ്വപി വസ്തുഷു. ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷൗ ശുഭാശുഭൗ. ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി ചാനഘ. ദർശിതോയം മയാചാരോ ധർമ്മമുദ്വഹതാം ധുരം. ഭൂമ്യംബ്വഗ്ന്യനിലാകാശാഭൂതാനാം പഞ്ചധാതവ. ആബ്രഹ്മസ്ഥാവരാദീനാം ശാരീരാ ആത്മസംയുത. വേദേന നാമരൂപാണി വിഷമാണി സമേഷ്വപി. ധാതുഷുദ്ധവ കൽപ്യന്തെ ഏതേഷാം സ്വാർത്ഥസിദ്ധയേ. ദേശകാലാദിഭാവാനാം വസ്തൂനാം മമ സത്തമ. ഗുണദോഷൗ വിധീയേതേ നിയമാർത്ഥം ഹി കർമ്മണാം. അകൃഷ്ണസാരോ ദേശാനാമബ്രഹ്മണ്യോ ശുചിർഭവേൽ. കൃഷ്ണസാരോപ്യസൗ വീരകീകടാ സംസ്കൃതേരിണം. കർമ്മണ്യോ ഗുണവാൻ കാലോ ദ്രവ്യതസ്വത ഏവ വാ. യതോ നിവർത്തതേ കർമ്മ സ ദോഷോ അകർമ്മക സ്മൃത. ദ്രവ്യസ്യ ശുദ്ധ്യശുദ്ധീ ച ദ്രവ്യേണ വചനേന ച. സംസ്കാരേണാധകാലേന മഹത്വാൽപതയാധവാ. ശക്ത്യാ ശക്ത്യാധവാ ബുദ്ധ്യാ സമൃദ്ധ്യാ ച. യദാത്മനെ അഖം കുർവന്തി ഹി യഥാ ദേശാവസ്ഥാനുസാരത. ധാന്യദാർവസ്ഥിതന്തൂനാം രസതൈജസചർമ്മണാം. കാലവായുഅഗ്നിമൃത്തോയൈ പാർത്ഥിവാനാം യുതായുതൈ. അമേധ്യലിപ്തം യദ്യേന ഗന്ധം ലേപം വ്യപോഹതി. ഭജത്തെ പ്രകൃതിം തസ്യ തച്ഛൗചം താവദിഷ്യത്തെ. സ്നാനദാനതപോവസ്ഥാവീര്യ സംസ്കാരകർമ്മഭി. മത്സ്മൃത്യാ ചാത്മനഃ ശൗചം ശുദ്ധ കർമാചരേദ്വിജ. മന്ത്രസ്യ ച പരിജ്ഞാനം കർമ്മശുദ്ധിർമദർപ്പണം. ധർമ്മ
സമ്പദ്യത്തെ ഷഡ്ഭിരധർമ്മസ്തു വിപര്യയാ ക്വചിത് ഗുണോപി ദോഷസ്യാദ്ദോഷോപി വിധിനാ ഗുണ ഗുണദോഷാർത്ഥനിയമസ്തദ്ഭിദാവേവ ബാധത്തെ സമാനകർമാചരണം പതിതാനാം ന പാതകം ഔൽപത്തികോ ഗുണസംഗോ ന ശയാന പതത്യഥാ യതോ യതോ നിവർത്തേത വിമുച്യേത തതസ്തതാ ഏഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹഭയാപഹ വിഷയേഷു ഗുണാധ്യാസാൽ പുംസസംഗസ്തതോ ഭവേൽ സംഗാത്തത്ര ഭവേൽ കാമ കാമാദേവ കലിർനൃടാം കലേർദുർവിഷഃ ക്രോധസ്തമസ്തമനുവർത്തത്തെ തമസാ ഗ്രസ്യത്തെ പുംസശ്ചേതന വ്യാപിനി ദ്രുതം തയാ വിരഹിത സാധോ ജന്തുശൂന്യായ കൽപ്പത്തെ തതോസ്യ സ്വാർത്ഥവിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച വിഷയാഭിനിവേശേന നാത്മാനം വേദനാപരം വൃക്ഷജീവികയാ ജീവൻ വ്യർത്ഥം ഭസ്ത്രേവ യശ്വസൻ ഫലശ്രുതിരിയം നൃണാം ന ശ്രേയോ രോചനം പരം ശ്രേയോ വിവക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം ഉത്പത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോ മർത്യ ആത്മനോനർത്ഥഹേതുഷു ന താന വിദുഷാ സ്വാർത്ഥം ഭ്രാമ്യതോ വൃജിനാധ്വനി കഥം യുഞ്ജ്യാൽ പുനസ്തേഷു താം സ്തമോ വിശതോ ബുധ ഏവം വ്യവസിതം കേചിദവിജ്ഞായ കുബുദ്ധയാ ഫലശ്രുതിം കുസുമിതാം ന വേദജ്ഞാ ഭവന്തി കാമിന കൃപണാ ലുബ്ധ പുഷ്പേഷു ഫലബുദ്ധയാ അഗ്നിമുഗ്ധ ധൂമതാന്ത സ്വം ലോകം ന വിദന്തി തേ നതേ മാമംഗജാനന്തി ഹൃദിസ്ഥം യ ഇദം യഥാ ഉഗ്ധശസ്ത്രാ ഹ്യസുതൃപോ യഥാ നീഹാരചക്ഷുഷാ തേ മേ മതമവിജ്ഞായ പരോക്ഷം വിഷയാത്മകാ ഹിംസായാം യദി രാഗ സ്യാദ്യജ്ഞ ഏവ ന ചോദന ഹിംസാ വിഹാരാഹ്യാലബ്ധൈ പശുഭിः സ്വസുഖേച്ഛയാ യജന്തേ ദേവതായജ്ഞൈ പിതൃഭൂതപതീൻ ഖലാഃ സ്വപ്നോപമമും ലോകമസന്തം ശ്രവണപ്രിയം ആശിഷോ ഹൃദി സങ്കൽപ്യ ത്യജന്ത്യർത്ഥാൻ യഥാവണി രജസത്വതമോ നിഷ്ഠ രജസത്വതമോജുഷാ ഉപാസത ഇന്ദ്രമുഖ്യാൻ ദേവാദീൻ ന തഥൈവ മാം ഇഷ്ട്വേഹ ദേവതായജ്ഞൈർഗത്വാരം സ്യാമഹേ ദിവി തസ്യാന്ത ഇഹ ഭൂയാസ്മ മഹാശാല മഹാകുലാ ഏവം പുഷ്പിതയാ വാചാ വ്യാക്ഷിപ്തമനസാം നൃണാം മാനിനാം ചാതിസ്തബ്ധാനാം മദ്വാർത്താപി ന രോചത്തെ വേദാ ബ്രഹ്മാത്മവിഷയാസ്ത്രികാണ്ഡവിഷയാ ഇമേ പരോക്ഷവാദാ ഋഷയാ പരോക്ഷം മമ ച പ്രിയം ശബ്ദബ്രഹ്മസുദുർബോധം പ്രാണേന്ദ്രിയമനോമയം അനന്തപാരം ഗംഭീരം ദുർവിഗാഹ്യം സമുദ്രവൽ മയോപബൃംഹിതം ഭൂമ്നാ ബ്രഹ്മണാനന്ദശക്തിനാ ഭൂതേഷു ഘോഷരൂപേണ വിശേഷൂർണേവ ലക്ഷ്യത്തെ യഥോർണനാഭിർഹൃദയാദൂർണാമുദ്വമതേ മുഖാൽ ആകാശാൽ ഘോഷവാൻ പ്രാണോ മനസാ സ്പർശരൂപിണ ഛന്ദോമയോമൃതമയ സഹസ്രപദവീം പ്രഭു ഓംകാരാൽ വ്യഞ്ജിതസ്പർശസ്വരോഷ്മാന്തസ്ഥഭൂഷിതാം വിചിത്രഭാഷാവിതതാം ഛന്ദോഭിശ്ചതുരുത്തരൈ അനന്തപാരാം ബൃഹതിം സൃജത്യാക്ഷിപതേ സ്വയം ഗായത്രിഷ്ണികനുഷ്ടുപ് ച
ബൃഹതി പങ്ക്തിരേവ ച തൃഷ്ടുബ്ജഗത്യതിച്ഛന്തോ ഹ്യത്യത്യതി ജഗദ്വിരാട് കിം വിധത്തെ കിമാചഷ്ടേ കിമനൂദ്യ വികൽപ്പയേൽ ഇത്യസ്യാഹൃദയം ലോകേ നാന്യോ മദ്വേത കശ്ചന മാം വിധത്തെ ഭിധത്തെ മാം കൽവികൽപ്യാപോഹ്യത്തെ ത്വഹം ഏതാവാൻ സർവവേദാർത്ഥ ശബ്ദ ആസ്ഥായ മാം ഭിദാം മായാമാത്രമനൂദ്യാന്തേ പ്രതിഷിധ്യ പ്രസീദതി. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഏകവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ഠിതോ വിജയത്തെ ഗോപാലചൂഡാമണി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 841 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 21 അധ്യായമാണ് അനുസ്മരിക്കുന്നത്. ആ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇന്ന് നവംബർ 24 തീയതിയാണ്. തിരൂരിനടുത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. ഈ ഭാഗത്തുള്ള ഭക്തജനങ്ങളെ ക്ഷേത്രാങ്കണത്തിലേക്ക് സപ്താഹ ശ്രവണത്തിനായി പ്രത്യേകം ക്ഷണിക്കുന്നു. വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇവിടെ ഈ മണ്ഡല കാലത്ത് വളരെ നേരത്തെ ഏകദേശം 3:30 നട തുറക്കുകയും മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ വിഗ്രഹത്തിനടുത്ത് ശക്തിസ്വരൂപിണിയായ പാർവതീദേവിക്ക് ശക്തി പൂജ എന്ന രീതിയിൽ വളരെ വിശേഷമായിട്ടുള്ള പൂജ നടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചിട്ടുള്ളത് എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. ഇവിടെ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൻ്റെ 21 അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, യ ഏതാൻ മൽപഥോഹിത്വ ഭക്തിജ്ഞാനക്രിയാത്മകാൻ ക്ഷുദ്രാൻ കാമാംശ്ചലൈ പ്രാണൈർ ജുഷന്ത സംസരന്തിത്തെ. ഭക്തിജ്ഞാനക്രിയാത്മകാൻ, ഭക്തി, ജ്ഞാനം, കർമ്മം എന്ന സ്വരൂപങ്ങളോടുകൂടിയ ഏതാൻ മൽപഥ, ഈ എന്നെ പ്രാപിക്കുന്ന വഴികളെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ചലൈ എന്നും തൃപ്തിപ്പെടാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രാണൈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ക്ഷുദ്രാൻ കാമാൻ യേ ജുഷന്തഹ, ഏതൊരാളാണോ തുച്ഛമായ കാമങ്ങളെ വിഷയങ്ങളെ അവിടെ സേവിക്കുന്നത്, തേ അവർ സംസരന്തി സംസാരത്തെ പ്രാപിക്കുന്നു, അവർക്ക് പുനരപി ജനനം പുനരപി മരണം എന്ന നിലയുണ്ടാവണമെന്നാണ്. ഗുണദോഷങ്ങളെ വ്യവസ്ഥപ്പെടുത്താൻ വേണ്ടി 3 യോഗങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അപ്പോൾ ജ്ഞാനിക്കും ഭക്തനും ഗുണദോഷ ഭേദബുദ്ധി അവസാനത്തിൽ ഇല്ലാതെയാവുന്നു. കർമ്മം ചെയ്യുന്ന ആളുകൾക്കോ ആദിയിൽ ഗുണദോഷ ഭാവനയുണ്ടാവും. നിത്യനൈമിത്യ കർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് കാരണമായതുകൊണ്ട് ഗുണകർമ്മങ്ങളെന്നും അവയെ ഉപേക്ഷിക്കുക നിഷിദ്ധകർമ്മങ്ങളെന്നും, അങ്ങനെ അശുദ്ധി കാരണങ്ങളായി ദോഷങ്ങൾ എന്നും ദോഷങ്ങളെ തീർക്കുന്ന പ്രായശ്ചിത്താദി കർമ്മങ്ങൾ ഗുണങ്ങളാണെന്നും ഒക്കെ നിശ്ചയിച്ചു. എന്നാൽ ജ്ഞാനയോഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ അവർക്ക് ജ്ഞാനാഭ്യാസവും ഭക്തിനിഷ്ഠന്മാർക്ക് കഥാശ്രവണാദികളുമാണ് ഗുണമായിട്ട് തോന്നുക.
അതിന് വിപരീതം അവർ രണ്ടിനെയും ദോഷമായിട്ട് കണക്കാക്കും. അങ്ങനെ സിദ്ധന്മാരും സാധകന്മാരുമല്ലാതെ കേവലം വിഷയാശകളിൽ മാത്രം പ്രവർത്തിക്കുന്ന കാമ്യകർമ്മ തൽപരന്മാരുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ. മനുഷ്യജന്മത്തിൻ്റെ വിശേഷതയെ ആലോചിക്കാതെ ആഹാര നീഹാര നിദ്രാമൈഥുനങ്ങൾക്ക് വേണ്ടി മാത്രം മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുക. ബഹിർമുഖന്മാരായിരിക്കുന്ന ഇവരുടെ സ്ഥിതി വളരെ 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 താണനിലയിലാണ്, അധോനിലയിലാണെന്ന് ഭഗവാൻ പറയുന്നു. അത് അവരെ ധരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. എന്നോട് ചേരുന്നതാണ് ജീവികളുടെ മുഖ്യമായ കൃത്യമെന്നും അതിനുപകരിക്കുന്നത് ഭക്തി, ജ്ഞാനം, കർമ്മം എന്നിങ്ങനെ 3 മാർഗങ്ങളാണെന്നും ഇതിൽ ഒന്നിനെയും ആശ്രയിക്കാതെ അതുകൊണ്ട് തന്നെ അശാന്തമായി ചഞ്ചലമായ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉത്സാഹിച്ച് ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ പല ജന്മങ്ങളെടുത്തും കൊണ്ട് ജനിച്ചും മരിച്ചും പുനരപി ജനനം പുനരപി മരണം എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവർ സംസാരികളാണ്, സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. സ്വേ സ്വേധികാരേ യാ നിഷ്ഠ സഗുണപരികീർത്തിത വിപര്യേസ്തു ദോഷസ്യാദുഭയോരേഷ നിശ്ചയ. സ്വേ സ്വേ അധികാരേ, അവരവരുടെ അധികാരത്തിൽ, യാ നിഷ്ഠ ഏതാണോ നിയമം, സ ഗുണ അത് ഗുണം എന്ന് പരികീർത്തിത പറയപ്പെട്ടിരിക്കുന്നു. വിപര്യയ തു വിപരീതമോ, ഉഭയോ രണ്ടുപേർക്കും ദോഷസ്യാൽ ദോഷമായിട്ട് വരും. ഉഭയോ ഗുണദോഷങ്ങളെന്ന രണ്ടിൻ്റെ കൽപ്പന ഏഷ ഇത് തന്നെയാണ് എന്ന് പറയുന്നു. ഒരു കർമ്മം ചിലർക്ക് ഗുണം മറ്റുള്ളവർക്ക് ദോഷം. അതെങ്ങനെയാണെന്നാണ്. അഗ്നി ഒരു വസ്തു, അത് ചിലരെ ദഹിപ്പിക്കും ചിലരെ തണുപ്പിക്കും. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. അപ്പോൾ അധികാരി ഭേദത്തെ അനുസരിച്ച് ഗുണദോഷങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കണം. അത് പരമാർത്ഥത്തിൽ ഗുണദോഷങ്ങളില്ല, നേരത്തെ പറഞ്ഞു. രണ്ടും ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ ക്രമേണ ഉയർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ യോഗ്യത അനുസരിച്ച സ്ഥാനങ്ങളും പ്രവൃത്തികളും അവരവർക്ക് ഗുണം എന്ന് നിശ്ചയിക്കുന്നു. അതിൽ അന്യസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾക്കോ ഈ ഗുണങ്ങൾ തന്നെ ദോഷങ്ങളായിട്ട് വരാം. ഉത്കർഷത്തെ സാധിപ്പിക്കാൻ മതിയായവയല്ലാതിരിക്കുമ്പോൾ അവ ദോഷം. ചില രോഗങ്ങൾ മാറ്റാൻ മറ്റു ചില ഔഷധങ്ങളോടുകൂടി എന്തു കൊടുക്കും? വിഷം കൊടുക്കാറുണ്ട്. വേറെ ചിലർക്ക് ആ ഔഷധം കൊടുത്താൽ അവരതോടുകൂടി സിദ്ധി കൂടും. അപ്പോൾ ഇത് രണ്ടിനും വിഷം ഹേതുവായി തീർന്നത് സ്ഥാനഭേദം കൊണ്ട് മാത്രമാണ്. ഇതേപോലെ ഓരോരുത്തർക്ക് നിയമിച്ച കാര്യങ്ങൾ, മാർഗങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് മേൽപോട്ട് കയറാനുള്ള വഴികളാണ്. അവർക്കത് ഗുണമാണ്, മറ്റുള്ള ആളുകൾക്കോ ഇത് ദോഷമാണ് എന്നാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ സംസ്കാര ഗുണം എന്ന മനോധർമ്മത്തെ അനുസരിച്ച് ഗുണധർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞു ശുദ്ധ്യശുദ്ധി, ശുദ്ധിയും അശുദ്ധിയും. ശുദ്ധ്യശുദ്ധി വിധീയേതേ സമാനേഷ്വപി വസ്തുഷു ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷൗ ശുഭാശുഭൗ. ഇവിടെ സമാനേഷു അപി വസ്തുഷു, തുല്യങ്ങളായിരിക്കുന്നുവെങ്കിലും സാധനങ്ങളിൽ, ദ്രവ്യസ്യ വിചികിത്സാർത്ഥം പദാർത്ഥത്തിൻ്റെ സംശയനിവൃത്തിക്കായിക്കൊണ്ട്, ശുദ്ധ്യശുദ്ധി ശുദ്ധിയും അശുദ്ധിയും, ഗുണദോഷവും ഗുണവും ദോഷവും, ശുഭാശുഭവും ശുഭവും അശുഭവും ഒക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സംശയം കൊണ്ടാണ് ആലോചന ഉണ്ടാവുന്നത്, അല്ലേ? വാസനയെ അനുസരിച്ച് ക്ഷണത്തിൽ നടത്തിയിരുന്ന വ്യാപാരങ്ങളെക്കുറിച്ച് ഗുണമോ ദോഷമോ, ശുദ്ധമാണോ അശുദ്ധമാണോ, ശുഭമാണോ അശുഭമാണോ, ഇങ്ങനെ സന്ദേഹമുണ്ടാവും. ഇത് മനുഷ്യരുടെ സ്വഭാവമാണ്. മൃഗങ്ങൾക്ക് ഈ സ്വഭാവമില്ല. വിശേഷ ബുദ്ധിയുടെ ലക്ഷണമാണ് മനുഷ്യൻ്റേത്. സാധാരണ എല്ലാവരെയും ബന്ധിക്കുന്ന പ്രകൃതിയെ അതിക്രമിച്ച് സ്വതന്ത്രനായിരിക്കുക എന്ന് നിശ്ചയിച്ച ഒരാൾക്ക് ആദ്യത്തെ പടവ് ഗുണദോഷ കൽപ്പനയാണെന്നാണ്. തുല്യങ്ങളായ വസ്തുക്കളിൽ തന്നെ ശുദ്ധിയും അശുദ്ധിയും കൽപ്പിക്കപ്പെടുന്നു. ഒരു പദാർത്ഥം യോഗ്യമാണോ അയോഗ്യമാണോ എന്ന് ആലോചിക്കുന്നവൻ എല്ലാ പദാർത്ഥങ്ങളെയും ഒരേപോലെ സ്വീകരിക്കില്ല. യോഗ്യമെന്ന് തോന്നിയതിനെ മാത്രം സ്വീകരിക്കും. ഈ ബുദ്ധി
സ്വാഭാവികമായ ഒരുവൻ്റെ പ്രവൃത്തിയെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നു, അതിന് വിഘ്നമാവുന്നു. ഇപ്പോൾ ഗുണദോഷങ്ങളുടെ ബാധയില്ലാതെ എപ്പോഴും ഒരേ വിധമായി തന്നെ ഇരിക്കുന്ന സ്ഥിരമാർഗം കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ ഈ ചിന്ത അവസാനിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥം ഇതി ചാനഘ ദർശിതോയം മയാചാരോ ധർമ്മമുദ്വഹതാം ധുരം. ധർമാർത്ഥം ധർമ്മത്തിന്, വ്യവഹാരാർത്ഥം വ്യവഹാരത്തിന്, യാത്രാർത്ഥം യാത്രയ്ക്ക്. അങ്ങനെ അനഘ ഹേ പാപമില്ലാത്തവനെ, ധർമ്മം ധുരം ധർമ്മഭാരത്തെ ഉദ്വഹതാം വഹിച്ചവർക്ക് അയം ആചാരഃ മയാ ദർശിത, ഈ നടപടിക്രമം എന്നാൽ കാണിക്കപ്പെട്ടു എന്നാണ്. ഇപ്പം ശുദ്ധിയും അശുദ്ധിയും നിശ്ചയിച്ചത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അല്ലെങ്കിൽ അശുദ്ധത്താൽ, ഇപ്പോൾ ശുദ്ധം കൊണ്ട് ധർമ്മവും അശുദ്ധം കൊണ്ട് അധർമ്മവും. ഗുണദോഷങ്ങളെ കൽപ്പിച്ചതോ അത് വ്യവഹാരത്തിനാണ്. ലോകയാത്ര നിർവഹിക്കാൻ വേണ്ടി ശുഭാശുഭങ്ങളെ നിശ്ചയിച്ചു. ദോഷം ഉണ്ടെങ്കിലും ആപത്തിൽ ശരീരത്തെ നിർവഹിക്കാൻ മാത്രമുള്ള പദാർത്ഥ സ്വീകാരം ദോഷമല്ല എന്നും അധികം സ്വീകരിക്കുന്നത് പാപമാണ് എന്നും ധർമ്മഭാരത്തെ വഹിച്ചിരിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ ഹിതത്തിനായിട്ട് നിർദ്ദേശിച്ചു. ഇപ്പം സാധാരണക്കാരെ ക്രമപ്പെടുത്താനുള്ള ഈ നിശ്ചയം ഭക്തന്മാരെയും അല്ലെങ്കിൽ ഭക്തിയോഗത്തെ ആശ്രയിക്കുന്നവരെയും ജ്ഞാനികളെയും ജ്ഞാനയോഗത്തെ ആശ്രയിക്കുന്നവരെയും ബാധിക്കില്ല. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ബലം കൊണ്ട് അവർ പ്രകൃതിയെയും അതിക്രമിച്ചവരായി മാറുന്നു. ഇപ്പം ജ്ഞാനഭക്തി ബലം കൊണ്ട് പ്രകൃതിയെ അതിക്രമിച്ച ഇത്തരം ഭക്തന്മാരും ജ്ഞാനികളും ലോകത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ഇതിനെ അനുസരിക്കണു എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയുകയാണ്. ആ 4 ശ്ലോകങ്ങളെ കൊണ്ട് നമുക്കിന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.